ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റി വിത്ത് വൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നമ്മളുടെ ഉരുളക്കിഴങ്ങാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെന്നൊന്നുമില്ല, 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനും നല്ല കിടക്കാച്ചി റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ഇത് ഒരെണ്ണം ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉരുളക്കിഴങ്ങ് കൂട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഈ ഉരുളക്കിഴങ്ങിൽ ഒരു ചെറിയ കറ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയൊരു സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് നമ്മളുടെ ഉണക്കമുളക് പൊടിച്ചത്. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 മുട്ട കൂടെ ചേർക്കണം. പിന്നെ വേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇതിലോട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം, മൈദപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ എടുത്ത് ചേർത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഇനി ഞാനൊരു 1/4 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഇഞ്ചിയുടെ പൗഡർ, പിന്നെ 1/4 ടീസ്പൂണ് വെളുത്തുള്ളി പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിയുടെയും പിന്നെ വെളുത്തുള്ളിയുടെ ഒന്നും പൗഡർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഒരുപാട് വെള്ളം ആവരുത്. നമ്മൾ ദോശയ്ക്കൊക്കെ കലക്കൂലോ, അതുപോലെ ഒരുപാട് അങ്ങോട്ട് വെള്ളം കലക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കലക്കുക. ഒരു അല്പം കട്ടിയായിട്ടിരിക്കണം, അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ദേ ഞാനിവിടെ നമ്മളുടെ ബാറ്റർ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ഇത് വെയിറ്റ് ചെയ്യാനോ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചുട്ടെടുക്കാൻ വേണ്ടി പോവാണ്. ഞാനൊരു കല്ലടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ല നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എന്തായാലും ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു കല്ലിനകത്തോട്ട് 2 ദോശയാണ് ചുട്ടെടുക്കുന്നത്. കാരണം എനിക്ക് പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കല്ലിലോട്ട് ചെറിയ ദോശയായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ ദോശ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. വലിയ കല്ലുണ്ടെങ്കിൽ വേണമെങ്കിലും 3 എണ്ണം വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഭാഗം വെന്ത് കിട്ടും. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. അപ്പോൾ തീ കുറച്ച് വെക്കണം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതേ നമ്മളുടെ ദോശ അല്ലെങ്കിൽ അപ്പം തയ്യാറായിട്ടുണ്ട്. ഇതുപോലൊരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് എടുക്കണം കേട്ടോ. അപ്പോൾ മീഡിയം തീയിൽ തന്നെ ഇട്ടിട്ട് വേവിക്കണം. എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ ബാറ്റർ കൂടെ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, മറ്റേ പൊട്ടറ്റോയ്ക്കൊക്കെ ഇച്ചിരി വേവുള്ളതാണല്ലോ എന്ന്. അധികം വേവൊന്നുമില്ല. നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുന്ന സമയത്തേ ഇതിങ്ങനെ കല്ലിൽ മീഡിയം തീയിലിട്ട് വേവിച്ച് കഴിയുന്ന സമയത്ത് അതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെയുള്ള ഡൗട്ടൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അത് ഒരു മീഡിയം തീയിലിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ. അങ്ങനെ നമ്മളുടെ ഉരുളക്കിഴങ്ങ് അപ്പം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഉരുളക്കിഴങ്ങ് ദോശ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പേരിട്ട് വിളിച്ചോ, റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു തവണ ചെയ്ത് നോക്കണം. പിന്നെ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ പണി തീരുകയും ചെയ്യും. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവരാണെങ്കിലും നന്നായിട്ട് കഴിക്കും ഇത്. അപ്പോൾ പിന്നെ ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തക്കാളി കെച്ചപ്പാണ് കേട്ടോ. അത് ഞാൻ ചമ്മന്തി അരയ്ക്കാനുള്ളൊരു മടി കൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അതേസമയം നമുക്ക് മുളക് ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, ആഹാ വേറൊന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.